അത്യുന്നതനും ബലവാനും സർവശക്തനും തങ്കലാശ്രയിക്കുന്നവനെ അറിയുന്നവനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാം 17-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ മിക്ക അപേക്ഷകളും പ്രാർത്ഥനകളുമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതും ഒരു പ്രാർത്ഥന തന്നെയാണ്. ദാവീദിൻ്റെ ഒരു എ പ്രയർ ഫോർ ഡെലിവറൻസ് ഫ്രം ഈവിൾ വൺ, അല്ലെങ്കിൽ ദുഷ്ടങ്ങളിൽ നിന്നും താൻ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന, അതിനെ തരണം ചെയ്യുവാൻ, ഓവർകം ചെയ്യുവാൻ. ഇപ്പോൾ പലപ്പോഴും പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിർവഹിക്കുന്നവരുണ്ട്. മെറ്റീരിയൽ ഗുഡ്സ്, അതായത് ഭൗതികമായ ചില വസ്തുക്കൾക്ക് വേണ്ടി മാത്രം യാചിക്കുന്നവർ, ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം. എന്നാൽ ഇവിടെ ഇതെല്ലാം കാണുന്നത് ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ മനോഹരമായൊരു ദൈവഭക്തൻ്റെ പ്രാർത്ഥനകളാണ്. അവൻ നേരിടുന്ന പ്രതിസന്ധികൾ സമൂലം അവൻ്റെ എല്ലാ ജീവിതത്തിലും എല്ലാ മേഖലകളിലും അവന് പോരാട്ടമുണ്ട്. തലത്തിലെല്ലാം അവൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന ഒരു ദൈവമല്ല. എല്ലാ പ്രാർത്ഥനകളും, ഈവൻ നമ്മളത് വാക്കുകളായി വന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയവേദനകൾ പോലും ഒപ്പിയെടുക്കുന്ന ദൈവം, ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത്. അപ്പോൾ ആ വിധമുള്ള ദൈവം നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളിലും ദൈവസഹായം അഭ്യർത്ഥിക്കുന്നവർക്ക്, ഇപ്പോൾ അനേകരും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, തങ്ങൾക്ക് തന്നെ അവർ ദൈവമാണ്. ഇന്നത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പലരും പഠിപ്പിക്കുന്ന അവരിൽ തന്നെ ശക്തി ഉണ്ടെന്നാണ്. അപ്പോൾ അവരിലുള്ള പൊട്ടൻഷ്യൽ അത് കണ്ടെത്താനായിട്ട്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത്, ദൈവഭക്തിയുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നാൽ നമ്മളിലൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് അസാധ്യമായതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന, നമ്മളെ അത്ഭുതമായി മാറുന്ന ദൈവകൃപ, ദൈവത്തിൻ്റെ ശക്തി, അതിനുവേണ്ടിയുള്ള യാചനയാണ്. അത് അപേക്ഷിക്കുകയാണ്, അത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഇവിടെ 15 വാക്യത്തോളം ഇതിനകത്തുണ്ട്. അതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു നീതിക്കായുള്ള, ഒരു വ്യക്തി അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ, നീതിക്കായുള്ള ഒരു അപേക്ഷയാണ്. എൻ്റെ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്ക് നീതി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെ സൂക്ഷിക്കും. എപ്പോഴും കാപട്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, കപടത അവനിൽ നിന്ന് അന്യമായിരിക്കും. കാരണം അവൻ എപ്പോഴും ഒരു സിൻസിയറാണ്. ബിഫോർ ഗോഡ് അവർ ഹാർട്ട് വി പോർ. നമ്മൾ ദൈവസന്നിധി നമ്മുടെ ഹൃദയം പകരുന്നവരാണെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ കാപട്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല, അല്ലേ? വിശുദ്ധനെന്ന മേന് നടിക്കുന്നവരുണ്ട്. അത് വെള്ളി പൊതിഞ്ഞ മൺകുടം പോലെ എന്ന് പറയും സദൃശവാക്യത്തിലൊക്കെ. അതിന് നിലനിൽപ്പില്ല, അത് പൊള്ളയായതാണ്. പുറമേ വിശുദ്ധനും അകമേ നീറോയുമായിരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. പുറമേ വിശുദ്ധനെ നയിക്കുമ്പോൾ അകമയോ. അപ്പോൾ ഇവിടെ ഹൃദയം പകരുന്ന ഒരു വ്യക്തി എപ്പോഴും, അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ദൈവസന്നിധി നമ്മളെ തന്നെ ഉള്ളതുപോലെ നമ്മൾ, അതായത് ദൈവത്തോട് സഹിത്വം. നമുക്കറിയാം, ഒരു ഫ്രണ്ടിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ഒന്നും പറയാറൊന്നുമില്ല. ദൈവസന്നിധി വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു തുറന്ന ഹൃദയം, ദൈവം എപ്പോഴും കാണുന്നു. അപ്പോൾ എല്ലാം വന്നാലും, വീഴ്ചകൾ വന്നാലും, മേന്മകൾ വന്നാലും, നന്മകൾ ലഭിച്ചാലും എല്ലാം, അത് ദൈവത്തോടൊരു കമ്മ്യൂണിക്കേഷൻ, അത് വളരെ മനോഹരമാണ്. അതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. അത് ആസ്വാദ്യമാണത്. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ക്ലീനായിരിക്കും. എന്താ ക്ലീൻ? നമ്മുടെ ഹൃദയം. അപ്പോൾ അവിടെ സമാധാനമുണ്ട്, അവിടെ സാന്ത്വനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ പ്രത്യാശയുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ. എന്ത് വന്നാലും ദൈവസന്നിധിയിലേക്ക് പകരുന്ന, ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. അതിന് വലിയ സ്ഥലങ്ങളോ കാലങ്ങളോ ഒന്നുമില്ല. അത് ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലൊന്നും പോയല്ല. ചിലർ അന്വേഷിച്ച് നടക്കുകയാണ് ഇങ്ങനെ ദൈവത്തെ, അനുഗ്രഹമോടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. അജ്ഞതയാണ്, അവിടെ അജ്ഞതയെന്ന് ഉരുത്തിരിയുന്നതാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ ഉള്ളങ്ങളെ നോക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, വിശ്വാസത്തിൽ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പണിക്കുമ്പോൾ അത് വളരെ മനോഹരമാണ്. ഇനി അവിടെ പറയാം, എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേര് കാണുമാറാട്ടെ. കണ്ടോ, ദൈവസന്നിധി ക്ലീനാണ്. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല. എൻ്റെ വായിൽ എങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു.
മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചുരിഞ്ഞിരിക്കുന്നു. ദൈവം എന്നെ രാത്രി പരിശോധിച്ചാലും ക്ലീന. ഇനി ദുരുദ്ദേശമൊന്നുമില്ല. ഇനി നന്മയായുള്ള ഉദ്ദേശങ്ങൾ, നന്മയായുള്ള ആഗ്രഹങ്ങൾ, തെറ്റായിട്ടുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ കൊണ്ട് നമ്മളെ കാക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവം എല്ലാം കാണുന്നു അല്ലേ അവിടെ. അതാണ് ഏറ്റവും മനോഹരമാണ്. അതൊന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ. ഇപ്പോൾ ദുരുദ്ദേശമൊന്നും കാണുക, എല്ലാം മാറ്റിത്തരുന്ന ദൈവം. ഇപ്പോൾ പറയില്ല, എൻ്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. വായ് ഭയങ്കര നാവ് ചെറിയ ആയുധമെങ്കിൽ അത് വളരെ വമ്പ് പറയുന്നതാണ്. വളരെ ഒരു വലിയ കാട് കത്തിക്കാൻ വലിയ തീ വേണ്ട, ചെറിയ തീ മതി. ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ ഉരുത്തിരുന്ന മനുഷ്യൻ്റെ വാക്കുകളാണ്. നാവ് പ്രശ്നം ഉണ്ടാക്കുന്നു, വകഞ്ഞുണ്ടാക്കുന്നു എന്ന് പറയുന്ന നാവ് പ്രശ്നങ്ങൾ വകഞ്ഞുണ്ടാക്കും. അപ്പോൾ ഇവിടെ നാവിനെ സൂക്ഷിക്കുന്നതാണ്. ദൈവമേ, എൻ്റെ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരും എന്ന് പറയും. നമ്മുടെ നാവും അവയങ്ങളും എല്ലാം ദൈവത്തിന് സറണ്ടർ ചെയ്യുമ്പോൾ അതിൽ കൂടെയൊക്കെ ദൈവകൃപ, മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള ആത്മീയ വർധന വരുത്തുന്ന പ്രചോദനമായിട്ടുള്ള വാക്കുകളും എല്ലാം നമ്മളിൽ നിന്ന് വരും. ഇനി 5 മുതലുള്ള 7 മുതലുള്ള വാക്യത്തിലൂടെ പറയുകയാണ്, ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകൾ തന്നെ. അപ്പം നിഷ്ഠൂരൻ്റെ പാദങ്ങളിൽ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഒഴിയേണ്ടത് നമ്മൾ മാറിപ്പോവാണ്. ഇപ്പോൾ വഴിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ പോകും, വഴിയിൽ നിന്ന് മാലിന്യകട നമ്മൾ മാറിപ്പോവുകയാണ്. ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു നായ ഒരു തെരുവിൽ നിൽക്കുകയാണ്, നമ്മളതിന് ഒഴിഞ്ഞു പോവുകയാണ്. അത് ആവൽക്കരമാണെന്ന് തോന്നുന്നു, നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ നിഷ്ഠൂരൻ്റെ പാതകളെ, ദുഷ്ടൻ്റെ പാതകളിലെ നമ്മൾ സൂക്ഷിച്ചൊഴി, അതിലേക്ക് പോകരുത്. ആ തെറ്റായ പാതയാണ്, നാശത്തിൻ്റെ മാർഗമാണ്. ജീവൻ്റെ വഴിയിലേക്ക് നമ്മൾ മാറി സഞ്ചരിക്കുകയാണ്. ഇനി പറയാം, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം വരലുമല്ലോ. നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ വേഷ കേൾക്കണമേ. ഈ കാൽച്ചുവടുകൾ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ മനോഹരം. ഒരു ചെറിയൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഒരു നല്ല മഴയുള്ള സമയം, ഈ ചെളിയുള്ള റോഡാണ് പണ്ടൊക്കെ, ഇപ്പോഴൊക്കെ എല്ലാം റോഡ്, എന്നാലും ഇന്നുണ്ടല്ലോ ഇത് നമ്മുടെ കാൽപാദങ്ങൾ പതിഞ്ഞു പോകും അല്പ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു വഴി കൂടെ സഞ്ചരിച്ച ഒരു പിതാവിൻ്റെ പിന്നാലെ ഒരു അതിൻ്റെ മകൻ, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അത് നടന്ന് ഇദ്ദേഹം എത്തപ്പെട്ട സ്ഥലത്ത്, ഇദ്ദേഹം ഇവിടെ ചെന്ന് ഇദ്ദേഹം ഒരു ബാറിൽ, ഒരു ഷാപ്പിൽ അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ്. ഉടനെ ഈ കുട്ടി അവിടെ എത്തി. കുട്ടി എങ്ങനെ എത്തിയെന്ന് നോക്കിയാൽ ഈ പിതാവിൻ്റെ കാൽപാദങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെയും കാൽച്ചുവടുകളല്ല പിന്തുടരേണ്ടത്. ഇവിടെ പറയാം, ദൈവത്തിൻ്റെ പത്രോസ് ലേഖനത്തിൽ പറയും, ഞാൻ നിങ്ങൾക്കൊരു കാൽച്ചുവട് പിന്തുടരുവാനൊരു കാൽച്ചുവട് വെച്ചേച്ച് പോയിരിക്കുന്നു. യേശുവിൻ്റെ പാതകളെ അനുഗമിക്കുക, യേശുവിൻ്റെ വഴിയിൽ കൂടെ നടക്കുക, യേശു ആകുന്ന വഴിയിൽ കൂടെ നടക്കുക. ഇവിടെ പറയാം, എൻ്റെ നടപ്പ് നിൻ്റെ കാൽച്ചുവടുകൾ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അതപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളവയാണ്. രാജപാതയിലും വീഴാം, വഴിതെറ്റാം, രാജപാതയിലും കാലിടരാം. എന്നാൽ ഇടറാത്ത പാത ദൈവികമായ പാതയാണ്. അവൻ്റെ കാൽ വഴുതിയതുമില്ല എന്ന് ദാവീദ് പറയുന്നത്. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് ഉത്തരമല്ലോ. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ചെവി ചായ്ക്കുന്നൊരു ദൈവം, അപേക്ഷ കേൾക്കുന്ന. ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നോക്കിയാൽ അവർ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, എവിടെ ബസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ പിതാക്കന്മാരും മാതാക്കളൊക്കെ എന്ത് ചെയ്യും, അവരുടെ ചെവി ചായ്ക്കുകയാണ്. എന്നിട്ട് അവർ കേൾക്കുകയാണ്, അവർ ശ്രദ്ധിക്കുകയാണ്. അവർ ചെവി ചായ്ക്കുക കുഞ്ഞിൻ്റെ അടുക്കലേക്ക്. എന്ന് ലൈക്ക് ദാറ്റ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ചെവി ചായ്ക്കുന്നു. സ്വർഗത്തിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മുടെ അടുക്ക ദൈവം ചെവി ചായ്ക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക, പറയുക. ദൈവം കേൾക്കുന്ന ഒരു ദൈവം. ഇനി 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ സംരക്ഷണത്തിനുള്ള, ഫോർ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ്. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിൻ്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിൻ്റെ അത്ഭുതകാര്യനെ കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്തവണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഇവിടെ പറയുക, നിന്നെ ശരണമാക്കുന്നവരോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് വിടുവിക്കുന്ന ദൈവം, വലം കൈ കൊണ്ട് രക്ഷിക്കുന്ന ദൈവം. അപ്പോൾ നിൻ്റെ അത്ഭുതകാരനെ കാണിക്കണമേ പ്രാർത്ഥന. പിന്നെ ഒരു പ്രാർത്ഥന വളരെ മനോഹരമാണ്. ഊമ പോലെ പറയാണ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. വാതിലാണ് കൺപോളകൾ എന്ന് പറയുന്ന കണ്ണിന്, അല്ലേ? വളരെ ദുർബലമായൊരിതാണ് കണ്ണെന്ന് പറയുന്നത്. പക്ഷേ വളരെ സവിശേഷതകളല്ലേ കണ്ണിൻ്റെ വില. അപ്പോൾ അതിനൊരു കഥകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുക. ഉണർന്നിരിക്കുമ്പോൾ ഇത് തുറന്നിരിക്കും, പീലികളാൽ കരടൊന്നും വീഴാതെ കാക്കുന്നു,
കൺ കൺ എന്നാ പറയുക, പുരികം എന്ന് പറയുന്നത് നമ്മൾ ഈ വിയർപ്പ് ഇറങ്ങി കണ്ണിലേക്ക് വീഴാതെ വിയർപ്പിനെ തടുക്കുന്നതാണ് പുരികം എന്ന് പറയുന്നത്, പുരികം. പിന്നെ നമ്മൾ കാണുന്നത് ഉറങ്ങുമ്പോൾ കണ്ണ് അടയുന്നു, തന്നെ അടയുന്നു. അപ്പോൾ എത്ര സംരക്ഷണമാണ് ദൈവം. അതുപോലെ എന്നെ കാക്കണമെന്ന് പറയുന്നത് ദുഷ്ടനിൽ നിന്ന്. അത് ഓട്ടോമാറ്റിക് റിയാക്ഷനാണ്, ജെന്യുവനായിട്ട് ഇതാണ് അല്ലേ. ചില കരട് വരുമ്പോൾ അല്ലെങ്കിൽ ചില ഇത് വരുമ്പോൾ കണ്ണ് തന്നെ അടയുകയാണ്. അല്ല, എത്ര പ്രാവശ്യം ഇത് അടഞ്ഞ് തുറക്കുന്നു. ഓരോ പ്രാവശ്യം അടയുമ്പോൾ ഒരു ലിക്വിഡ് ഫോം, അതായത് ഈ ഒരു മൈൽഡ്നെസ്, ഒരു ഈ കണ്ണിനെ ഇങ്ങനെ സാന്ദ്രമാക്കുന്നുണ്ടെന്ന് പറയുന്നത്. കണ്ണിനെ ശുദ്ധീകരിക്കുന്ന പറയുന്നത് ഇപ്പോൾ ഈ ഓരോ കണ്ണ് അടയ്ക്കുന്നതിൽ കൂടെയും കണ്ണ് ചിമ്മുമ്പോഴും ഒക്കെ. അതിലൂടെ പറയുകയാണ്, നിൻ്റെ ചെറിയ എന്നെ മറച്ചു കൊള്ളണേ. ഒരു പക്ഷി ഒരു കോഴി തൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ എത്ര സുരക്ഷിതത്വത്തോടെ അല്ലേ, ആ ചൂടും ആ സ്നേഹമൊക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവം അതുപോലെ കാക്കുമെന്ന് പറയുന്നത്. ഇനി ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത്, നിൻ്റെ അവർ തങ്ങളുടെ ദുഷ്ടന്മാരുടെ വേണ്ടിയുള്ള 12 വരെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിന്റെ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ കൊണ്ട് മുമ്പ് പറയുന്നു, അവർ ഇപ്പോൾ തങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഇവിടെ ദുഷ്ടന്മാരുടെ പ്രവർത്തികളെക്കുറിച്ച് പറയും. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു, കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. ദുഷ്ടൻ എങ്ങനെയൊക്കെയാണ് ആക്രമിക്കുന്നതെന്ന് അവിടെ പറയുന്നത്. ബാലസിംഹം പോലെ പതിയിരിക്കുന്നു, കെണികൾ ഒഴിക്കുന്നു. അതെല്ലാം ഓരോരോ തന്ത്രങ്ങളാണ്. അതിൽ നിന്നെല്ലാം ദൈവം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അവിടെ പറയുക, ദൈവമേ യഹോവേ എഴുന്നേറ്റ് അവനോട് കണ്ടംനേഷൻ, അവനുള്ള ശിക്ഷ, അവന് നിന്നെ രക്ഷിക്കണമേ, അവനുള്ള ശിക്ഷ എന്ന് പറയും. യഹോവേ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് മുടിക്കണമേ. ലൗകിക പുരുഷന്മാർ, നമ്മൾ വേൾഡ്ലിമെൻ ആയിരിക്കരുത്. നമ്മൾ ലൗകികരല്ല, നമ്മൾ ദൈവികരാണ്, നമ്മൾ ആത്മീകരാണ്, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളവരാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളവരാണ്, ദൈവത്തിൻ്റെ ഭടന്മാരാണ്, ക്രിസ്തുവിൻ്റെ ഭടന്മാരാണ്, അവൻ്റെ സേവകരാണ്, അവൻ്റെ ദാസരാണ്, അവൻ്റെ മക്കളാണ്, എല്ലാമാണ്. ഇപ്പോൾ ലൗകികരല്ല, അവരുടെ പോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ. എന്നിട്ട് അവിടെ ലൗകിക പുരുഷന്മാരുടെ വശത്ത് വിടുവിക്കണം. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ ഇവിടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ട അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വെച്ചേച്ച് പോകുന്നു. സമ്പത്തുള്ളതുകൊണ്ട് ദൈവികമാണ്, അത് ലോകത്തിൻ്റെ ഓഹരി തന്നെയാണ്. സ്വർണ്ണവും അല്ല വലുത്. അങ്ങനെയാണെങ്കിൽ അത് പ്രഷ്യസ് ആണെങ്കിൽ ദുഷ്ടന്മാർക്ക് ദൈവം അത് കൊടുക്കുമില്ല. എന്നാൽ ദുഷ്ടന്മാർക്കും ഉണ്ടല്ലോ, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പുത്രസമ്പത്തും ഉണ്ട്. പുത്രസമ്പത്തും ഉണ്ടെന്ന് പറയുന്നവർക്ക് അവരുടെ വയറ് നിറയ്ക്കുന്നു. പക്ഷേ അതൊക്കെ ഈ വായുസിൽ മാത്രമുള്ളതാണ്, ക്ഷണികമാണതെല്ലാം. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പാട്ട് പാടുന്നത് എൻ്റെ സമ്പത്ത് എന്ന് വെച്ചാൽ ദൈവമാണ്. നമ്മൾ ചിന്തിക്കുക, ഒരു കാർപ്പൻ്റർ ഈ മരപ്പണി ചെയ്യുമ്പോൾ എത്രയോ പൊടിയാണ്, എത്ര ചീളുകളാണ് താഴെ ചെറിയ കിടക്കുന്നത്. എന്നാലും ഒരു സ്വർണ്ണപ്പണിക്കാരനോ ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെ അത് സൂക്ഷിക്കുന്ന പോലെ പ്രഷ്യസാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രഷ്യസാണ്. ലോകത്തിൻ്റെത് ഇങ്ങനെ കുത്തൊഴിഞ്ഞതാണ്, എന്നാൽ ദൈവികത ക്രമമുള്ളതാണ്, അനുഗ്രഹപ്പെട്ടാണ്. ഒടുവിലായിട്ടുള്ള പ്രാർത്ഥന പ്രത്യാശയാണ്. ഞാനോ നീതി നിൻ്റെ മുഖത്തും കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. നീതി നിൻ്റെ മുഖത്തെ കാണും, ദൈവിക സംരക്ഷണം. മാത്രമല്ല, ഉണരുമ്പോൾ ഇവിടെ ഉണർന്നാലും ദൈവത്തിൻ്റെ മുഖം, അല്ല ഇവിടെ നിന്ന് അക്കരെ ചെന്നാൽ അവിടെയും ദൈവത്തിൻ്റെ മുഖം കണ്ട് തൃപ്തനാകുന്നു. അതെത്ര മനോഹരമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥനയിൽ സമർപ്പിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവകൃപ ഓരോ ദിവസവും രുചിച്ചറിയാം. യഹോവ നല്ലവെന്ന് രുചിച്ചറിയുകയും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു എന്ന് അരുളി ചെയ്ത നല്ലവനെ, അമ്മയുടെ ഗർഭത്തിൽ ഞങ്ങളെങ്ങനെ ഉരുവായി, അപ്പോൾ അസ്ഥികൾ എങ്ങനെ വന്നു, ഞങ്ങളുടെ അവയവങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എല്ലാ അത്ഭുതം, എല്ലാം സൃഷ്ടാവാൻ ദൈവമേ അവിടുത്തെ കരവിരുത് തന്നെ. ആ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ തന്നെ ഞങ്ങളുടെ ദേഹത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ കർത്താവേ. അവൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ കൊണ്ട് നിൻ്റെ വഴികളിൽ തന്നെ ഞങ്ങളുടെ കാലുകടികളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ആ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ലൗകിക പുരുഷന്മാർ, ലൗകിക മനുഷ്യരായിട്ടല്ല, ആത്മീകരായി ജീവിപ്പാൻ കൃപ തരണമേ. മറ്റുള്ളവർക്ക് ഞങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ആകർഷണ വലയമായിരിക്കാൻ നിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സ്നേഹവും എല്ലാം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുല്യമായ അനുഭവങ്ങളാൽ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.